ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിബു മേരിലെയാണ്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഇപ്പം പ്രത്യേകിച്ച് ഈ വീഡിയോ നമ്മൾ കണ്ടതിന് ശേഷം നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഇത് പ്രത്യേകമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളുകളൊക്കെ ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എക്സാമൊക്കെ കഴിഞ്ഞു, അവർ വിശ്രമത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവർ ഇന്ന് നമുക്കറിയാം ഒരുപാട് ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു. 3-4 കുട്ടികൾ ചേർന്ന് നീന്തൽക്കുളത്തിൽ കുളിക്കാനിറങ്ങിയും അങ്ങനെ നീന്തൽ അറിയാതെ വന്നൊരു കുട്ടി മരിച്ചു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ടുകാർ കൂടി പോകുമ്പോൾ അവരിങ്ങനെയുള്ള കനാലുകളിലും കുളത്തിലും തോട്ടിലുമൊക്കെ അവർ ചാടാതെ, ആറ്റിലുമൊക്കെ ചാടാതെ പ്രത്യേകം അവരെ നമ്മൾ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക. നീന്തലൊന്നും അറിയത്തില്ലെങ്കിൽ അതിനകത്ത് ചാടാതിരിക്കുക. ആവശ്യമില്ലാതെ പിള്ളേരോട് കളിക്കാതെ അങ്ങനെയുള്ള കളികളൊന്നും ആസ്വദിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇവർ വാടകയ്ക്കൊക്കെ വാഹനങ്ങൾ എടുക്കുകയും അല്ലാതെ തന്നെ കൂട്ടുകാരുടെ വാഹനങ്ങളൊക്കെ എടുത്ത് അമിത സ്പീഡിലൊക്കെ ഇവർ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവരോട് ഒന്ന് സംസാരിക്കണം. ഈ വാഹനങ്ങളൊക്കെ എടുത്ത് അറിയത്തില്ലെങ്കിൽ അത് എടുക്കാതിരിക്കുക. തന്നെ അല്ലാതെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ വലിയ സ്പീഡിൽ പോകാതെ അറിയാവുന്നവരെ ഇരുത്തിക്കൊണ്ട് തന്നെ അത് കഴിവതും പഠിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അത് ഓക്കെ ആണെന്നുള്ള ഇതിൽ മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ പ്രത്യേകിച്ച് വാഹനങ്ങൾ കൂടുതലുള്ള റോഡുകളിലൂടെ വാഹനം പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. വാഹനങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് മറ്റ് വാഹനങ്ങൾക്ക് അത് അസൗകര്യമാകുകയും അത് ഇടിക്കുകയും പിന്നെ അത് വലിയ പ്രശ്നങ്ങളൊക്കെ ആകും. അതുകൊണ്ട് അങ്ങനെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ ഏരിയയിലൊക്കെ പോയി പഠിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ശ്രമിക്കുക. അല്ലാതെ കൂട്ടുകാരുടെ നിർബന്ധത്തിനോ ഓടിച്ചു നോക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ 1ഉം 2ഉം മക്കളൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്കത് തീരാ നഷ്ടമാകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു മെസ്സേജ് നിങ്ങളുമായിട്ട് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി ഈ മെസ്സേജ് കണ്ടിട്ട് നമ്മളെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരാണ് മാതാപിതാക്കളെല്ലാം, അവരോട് നമ്മൾ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കാതിരിക്കാനൂടെ ശ്രമിക്കണം. ഗെയിം കളി അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ വായനാശീലമൊക്കെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്രിക്കറ്റിലൊക്കെ ഓട്ടം, ചാട്ടം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറയുക. അവർ നല്ലൊരു ഭാവി അവർക്ക് വാർത്തെടുക്കാൻ അവർ സഹായിക്കാൻ വേണ്ടി പറയുക. പ്രത്യേകിച്ച് ഓരോ ദിവസം ആരംഭിക്കുമ്പോൾ കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ജീവിതം ആരംഭിക്കാൻ പ്രത്യേകം അവരോട് പറയുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് നമ്മുടെ മക്കളോട് പറയണമെന്ന് ദയവായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നല്ല ദിവസം, നല്ല ദിനം. എല്ലാവർക്കും ദൈവം ഒരുപാട് ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം തന്ന് കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.